بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. വചനം 4. ഇൻ തതൂബ, നിങ്ങൾ രണ്ടാളും പശ്ചാത്തപിക്കുന്ന പക്ഷം, ഖേദിച്ചു മടങ്ങിയാൽ, ഇലല്ലാഹി അല്ലാഹുവിങ്കലേക്ക്, ഫഖദ് സഗത് എന്നാൽ തെറ്റിപ്പോയിട്ടുണ്ട്, വഴുതിപ്പോയിട്ടുണ്ട്, ചെരിഞ്ഞു പോയിട്ടുണ്ട്, ഖുലൂബകുമ നിങ്ങളുടെ ഹൃദയങ്ങൾ, വ ഇൻ തലാഹറ നിങ്ങൾ രണ്ടാളും പിന്തുണ നൽകിയാലോ, സഹായം നൽകിയാലോ, അലൈഹി അദ്ദേഹത്തിന്റെ മേൽ, എതിരായി, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഹുവ മൗലാഹു അവനത്രേ അദ്ദേഹത്തിന്റെ മൗല, വജിബ്രീലു ജിബ്രീലും, വസ്വാലിഹുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളിൽ നല്ലവരും സദ്വൃത്തരായവരും, വൽമലായികതു മലക്കുകളും, ബഅദ ദാലിക അതിന്റെ പുറമെ, ലഹീർ പിന്തുണക്കാരാണ്, സഹായം നൽകുന്നവരാണ്. നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുന്ന പക്ഷം അതാവശ്യം തന്നെ. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ ചെരിഞ്ഞുപോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം പിന്തുണ നൽകുകയാണെങ്കിലോ, എന്നാൽ അറിഞ്ഞേക്കുക, അല്ലാഹുവത്രേ അദ്ദേഹത്തിന്റെ മൗല, സഹായി. ജിബ്രീലും സത്യവിശ്വാസികളിലെ സദ്വൃത്തരും സഹായികളാകുന്നു. അതിനു പുറമെ മലക്കുകളും പിന്തുണ നൽകുന്നവരാണ്. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. വചനം 5. അസാ റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ് ആയേക്കാം, ഇൻ തൊല്ലഖഹുന്ന നിങ്ങളെ അദ്ദേഹം തൊലാക്ക് ചെയ്തെങ്കിൽ, വിവാഹമോചനം ചെയ്തെങ്കിൽ, അയ്യുബ്ദിലഹു അദ്ദേഹത്തിനു പകരം നൽകുക ആയേക്കാം, അസ്വാജൻ ഭാര്യമാരെ, ഖൈറം മിൻകുന്ന നിങ്ങളെക്കാൾ ഉത്തമരായ, മുസ്ലിമാത്തിൻ മുസ്ലിം സ്ത്രീകളെ, മുഅ്മിനാത്തിൻ സത്യവിശ്വാസിനികളായ, ഖാനിതാത്തിൻ ഭക്തകളായ, തായിബാത്തിൻ പശ്ചാത്തപിക്കുന്നവരായ, ആബിദാത്തിൻ ആരാധന ചെയ്യുന്നവരായ, സായിഹാത്തിൻ വ്രതമനുഷ്ഠിക്കുന്നവരായ, സഞ്ചാരം ചെയ്യുന്ന, സയ്യിബാത്തിൻ വിധവകളായ, വ അബ്കാറ കന്യകകളുമായ. നബിയുടെ പത്നിമാരെ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അദ്ദേഹത്തിനു അദ്ദേഹത്തിന്റെ റബ്ബ് പകരം നൽകിയേക്കാം. അതായത് മുസ്ലിങ്ങളായ, സത്യവിശ്വാസിനികളായ, ഭക്തി കാണിക്കുന്നവരായ, പശ്ചാത്തപിക്കുന്നവരായ, ആരാധനക്കാരികളായ,
വ്രതം ആചരിക്കുന്നവരായ വിധവകളും കന്യകകളുമായ സ്ത്രീകളെ. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വചനം 6. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഖൂ നിങ്ങൾ കാത്തുകൊള്ളുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ, അംഫുസക്കും നിങ്ങളുടെ ദേഹങ്ങളെ, നിങ്ങളെ തന്നെ, വ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും വീട്ടുകാരെയും, നാറ ഒരു അഗ്നിയെ, തീയെ, വഖൂദുഹ അതിലെ വിറക്, അന്നാസു മനുഷ്യരാണ്, വൽ ഹിജാറത്തു കല്ലും, അലൈഹ അതിന്മേലുണ്ട്, മലായികത്തുൻ ചില മലക്കുകൾ, ഗിലാദുൻ പരുഷ സ്വഭാവികളായ, കടുത്ത സ്വഭാവികളായ, ശിദാദുൻ കഠിനരായ, ഊക്കന്മാരായ, ലാ യഅസൂനല്ലാഹ അല്ലാഹുവിനോട് അവർ അനുസരണക്കേട് കാട്ടുന്നതല്ല, മാ അമറഹും അവരോട് കൽപ്പിച്ചതിൽ, വയഫഅലൂന അവർ ചെയ്യുകയും ചെയ്യും, മാ യുഅ്മറൂൻ അവരോട് കൽപ്പിക്കപ്പെടുന്നത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒരു വമ്പിച്ച അഗ്നിയിൽ നിന്നും കാത്തുകൊള്ളുവിൻ. അതിൽ കത്തിക്കപ്പെടുന്ന വിറകു മനുഷ്യരും കല്ലുമാകുന്നു. അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവക്കാരും കഠിനന്മാരുമായ മലക്കുകളുണ്ടായിരിക്കും. അവരോട് കൽപ്പിച്ചതിൽ അവർ അല്ലാഹുവിനോട് അനുസരണക്കേട് കാട്ടുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് ഏതും അവർ ചെയ്യുകയും ചെയ്യും. നാലാം വചനത്തിൻ്റെ വിശദീകരണം. ഏതെങ്കിലും വിധേനയുള്ള അടുത്ത ബന്ധു എന്നാണ് മൗല എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. അടുപ്പത്തിൻ്റെ സ്വഭാവമനുസരിച്ച് പല അർത്ഥത്തിലും അത് ഉപയോഗിക്കപ്പെടും. സൂറത്തു അഹ്സാബ് 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി വിവരിച്ചത് ഓർക്കുക. ഖാമുസിൽ 20-ൽ പരം അർത്ഥങ്ങൾ ഈ വാക്കിന് നൽകിക്കാണാം. യജമാനൻ, അടിമ, ഉറ്റവൻ, ചങ്ങാതി, അതിഥി, രക്ഷാധികാരി, സഹായി, ബന്ധു മുതലായവ അതിൽപ്പെടുന്നു. അപ്പോൾ ആരെക്കുറിച്ചാണോ മൗല എന്നു പറയുന്നതെങ്കിൽ ആ ആളുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അതിന് അർത്ഥം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായ ആ സംരംഭത്തിൽ പരസ്പരം സഹായിച്ച 2 പത്നിമാർ ആരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചറിയുവാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തോടുള്ള ബഹുമാന നിമിത്തം കുറേ കാലത്തോളം അതിനു ധൈര്യപ്പെട്ടില്ലെന്നും ഒരു ഹജ്ജ് യാത്രയിൽ നിന്നുള്ള മടക്കത്തിൽ ലഭിച്ച ഒരു സന്ദർഭം താൻ അതിന് ഉപയോഗപ്പെടുത്തിയെന്നും അത് ഹഫ്സയും ആയിഷയും റളിയല്ലാഹു അൻഹുമ ആയിരുന്നുവെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞുവെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി, മുസ്ലിം. 5-ാം വചനത്തിൻ്റെ വിശദീകരണം. സായിഹാത്ത് എന്ന വാക്കിനാണ് വ്രതം ആചരിക്കുന്നവർ അഥവാ നോമ്പുകാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. സ്വഹാബികളും താബികളുമായ പല മഹാന്മാരും ആ അർത്ഥമാണ് അതിന് കൽപ്പിച്ചിരിക്കുന്നത്. സഞ്ചാരം ചെയ്യുന്നവർ അഥവാ മതസംബന്ധമായ ആവശ്യാർത്ഥം ഹിജ്റ പോകുവാൻ തയ്യാറുള്ളവർ എന്നും ചിലർ അതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. അല്ലാഹു ആലം. നിലവിലുള്ള ഭാര്യമാരെ മുഴുവനും വിവാഹമോചനം നൽകി വിടേണ്ടി വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കുവാനില്ലെന്നും അവരെക്കാൾ ഏതു നിലക്കും നല്ലവരായ സ്ത്രീകളെ അവിടേക്ക് അള്ളാഹു പകരം നൽകിയേക്കുമെന്നുമാണ് ആയത്തിൻ്റെ സാരം. മേൽക്കഴിഞ്ഞ തിരുവചനങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണമായി 1.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപദവികൾക്ക് അനുയോജ്യമല്ലാത്ത വല്ല നിസ്സാര കാര്യം പോലും തിരുമേനിയിൽ നിന്ന് ഉണ്ടായേക്കുന്ന പക്ഷം അള്ളാഹു അത് തിരുത്തി കൊടുക്കുന്നതാണ്. 2. അള്ളാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ വസ്തുക്കളെ ഉപയോഗിക്കുകയില്ലെന്ന് ആരും ദൃഢനിശ്ചയം ചെയ്തുകൂടാത്തതാണ്. 4. അങ്ങനെ സത്യം ചെയ്തു പോയാൽ അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം നൽകി അതിൽ നിന്ന് വിരമിക്കേണ്ടതാണ്. 5. സ്ത്രീകൾ എത്ര ഉന്നത പദവിയുള്ളവരായാലും അവരുടേതായ ചില സ്വഭാവങ്ങൾ അവരിൽ നിന്ന് പ്രകടമാകുക സ്വാഭാവികമാണ്. 6. ഒരാളോട് ഒരാൾ ഒരു രഹസ്യവിവരം പറഞ്ഞാൽ അത് മറ്റൊരാളെ അറിയിച്ചുകൂടാ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സ്ഥാനപദവി അള്ളാഹുവിങ്കൽ ഉന്നതമായിട്ടുള്ളതാണ്. 8. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്കോ തൃപ്തിക്കോ എതിരായി പ്രവർത്തിക്കുന്നത് ആർ തന്നെ ആയാലും അള്ളാഹു അത് ഒട്ടും ഇഷ്ടപ്പെടുന്നതല്ല. 9. ഭാര്യമാരുടെയോ മറ്റോ ഇഷ്ടത്തെ മുൻനിർത്തി നന്നല്ലാത്ത കാര്യങ്ങളിൽ പ്രവേശിക്കരുത്. അങ്ങനെ പലതും ഇതുവരെ പ്രസ്താവിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്കും അവിടുത്തെ പത്നിമാർക്കുമിടയിൽ നടന്ന ചില ഗാർഹിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നുവല്ലോ. അടുത്ത വചനത്തിൽ ഗൃഹനായകന്മാർക്ക് തങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലുള്ള ഉത്തരവാദിത്തം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു.